എക്സാമിനുള്ള ഫൈനൽ ലാബ് റിവിഷൻസും പ്രിപ്പറേഷൻസും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് സക്സസ് സീക്രട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എത്രയൊക്കെ പഠിച്ചു പോയാലും എത്രയൊക്കെ റിവിഷൻസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന പരമാവധി മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിച്ചൊക്കെ സെറ്റാക്കി പോയാലും നമുക്ക് എക്സാം ഹാളിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എക്സാം ഹാളിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈമിനുള്ളിൽ എഴുതി തീർത്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച സ്കോറ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. സോ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനുള്ള പ്രിപ്പറേഷൻസ് തന്നെയാണ്. എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ആൻസർ ഷീറ്റിൽ കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് അതിനുള്ള മാർക്ക് കിട്ടില്ല. ആൻസർ കൃത്യമായിട്ട് എഴുതാൻ കഴിയാതെ ടീച്ചറോട് പോയി പറഞ്ഞിട്ടോ ഇൻവിജിലേറ്റേഴ്സിനോട് പോയി പറഞ്ഞിട്ടോ കാര്യമില്ല. ഞാൻ ഉറക്കം ഒഴിച്ച് കുറേ ദിവസം പഠിച്ചിരുന്നു, റിവിഷൻസ് കൃത്യമായിട്ട് ഞാൻ പഠിച്ചിരുന്നു, എല്ലാ പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്യാൻ പഠിച്ചിരുന്നു, എല്ലാ ഫോർമുലകളും കൺസെപ്റ്റും ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആൻസർ ഷീറ്റിൽ വരണം ചുരുക്കം. ഓക്കെ, അപ്പൊ അതിനുള്ള കുറച്ച് സക്സസ് സീക്രട്സ് ആണ്. ഓക്കെ, ഇനി ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം എന്തൊക്കെയോ പഠിച്ചു ഒന്നും തലയിലില്ല എന്നുള്ള കുട്ടികൾക്കും കുറച്ച് സീക്രട്സ് ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നോക്കാം എന്തൊക്കെയാണ് സക്സസ് സീക്രട്സ് എന്നുള്ളത്. ആദ്യത്തെ സീക്രട്ട് നമുക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു മിത്തും അതുപോലെ തന്നെ ഒരു ട്രൂത്ത്, ഒരു റിയാലിറ്റി എന്താന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാം. അതായത് കുറെ കുട്ടികളുടെ ധാരണ എന്ന് പറഞ്ഞാല് മെനി സ്റ്റുഡൻസ് ഫിയർ ദാറ്റ് ടീച്ചേഴ്സ് കട്ട് മാർക്സ് ബേസ്ഡ് ഓൺ ദർ പേഴ്സണൽ മൂഡ് ഓർ വിംസ്. ദിസ് ഈസ് ലാർജ്ലി ഇൻകറക്റ്റ്. അതായത് ചില കുട്ടികൾക്ക് വിചാരിക്കും ടീച്ചേഴ്സിന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത്. ഇവാലുവേഷൻ ക്യാമ്പിൽ ഒരുപക്ഷെ നമ്മുടെ ആൻസർ ഷീറ്റ് ഫസ്റ്റ് വരികയാണെങ്കിൽ ടീച്ചേഴ്സിന് നല്ല ഫ്രഷ് മൂഡായിരിക്കും. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് ഓരോ ആൻസേഴ്സ് കൃത്യമായിട്ട് നോക്കും. എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ തന്നെ ടീച്ചേഴ്സ് അത് പിടിക്കപ്പെടും. എന്നാൽ കുറച്ച് താഴെയൊക്കെയാണ് നമ്മുടെ ആൻസർ ഷീറ്റ് എങ്കിൽ, ഒരു കെട്ടിന്റെ താഴെയാണ്, ഒരു ബഞ്ചിന്റെ താഴെയാണ്, അല്ലെങ്കിൽ മിഡിൽ പോർഷനിലൊക്കെ ആണെങ്കിൽ അത്രത്തോളം ശ്രദ്ധിക്കില്ല. ടീച്ചേഴ്സ് കുറെ മൂഡ് ഔട്ട് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു മിത്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ഇൻഡിക്കേഷൻസ് നമ്മുടെ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് ബോർഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോർഡിന്റെ ഈ ആൻസർ കീയുടെ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന മാർക്കുകൾ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എക്സാമിനേഴ്സ് ഫോളോ സ്ട്രിക്റ്റ് ആൻസർ കീ പ്രൊവൈഡ് ബൈ ദ ബോർഡ്. എവറി മാർക്ക് അവാർഡ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് അഗെയിൻസ്റ്റ് ദിസ് കീ. സോ ടീച്ചേഴ്സിന്റെ മൂഡ് അനുസരിച്ചോ അവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ലോണം മാർക്ക് കൊടുക്കുക, ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് മാർക്ക് കൊടുക്കില്ല, അങ്ങനെ ഒന്നുമല്ല. ദിസ് ഈസ് എ ബോർഡ് എക്സാമിനേഷൻ. ബോർഡ് കൃത്യമായിട്ട് ഒരു ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ആൻസർ കീ അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് എങ്കിൽ, ഒരു ക്വസ്റ്റ്യന് അതിന് ഒരു 5 മാർക്കിന്റെ എസ്സേ എഴുതാനാണ് ചോദ്യമെങ്കിൽ അതിൽ ഇന്ന സംഗതികളൊക്കെ വരണം എന്നുള്ളത് കൃത്യമായിട്ട് ഇൻഡിക്കേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടീച്ചർ മാർക്ക് കൊടുക്കുന്നത്. സോ ഈ മിത്ത് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. റിയാലിറ്റി എന്താന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി കുറച്ച് 4 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഒന്ന്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്കിംഗ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എക്സാമിന് പോകാനിരിക്കുകയാണ് നമ്മൾ. സോ അതിന് മുന്നേ ആയിട്ടുള്ള ഒരു ഫൈനൽ ടിപ്സ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർമ്മിക്കണം എന്നുള്ളൊരു റിമൈൻഡേഴ്സ് ആണ് ഈ വീഡിയോ. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്കിംഗ്. നമുക്കറിയാം, എസ്പെഷ്യലി മാത്സിലൊക്കെ നമ്മളൊരു പ്രോബ്ലം എഴുതി അതിന്റെ സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് ആൻസറിൽ എത്തേണ്ടത്. അതല്ലാതെ ഒറ്റയടിക്ക് ആൻസർ എഴുതുന്നത്, ഇത് ബോർഡ് എക്സാം ആണ്, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ല. അതേസമയം JEE, നീറ്റ്, CUET അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, ഇത് ബോർഡ് എക്സാം ആണ്. സോ ബോർഡ് എക്സാമിനേഷന് കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർമാറ്റ് മാറ്റേഴ്സ്. എസ്പെഷ്യലി സോഷ്യൽ സയൻസ്, ലാംഗ്വേജുകൾ പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ അയക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് നമുക്ക് കിട്ടുക. സോ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. എസ്സേ ആണെങ്കിലും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണ്ടി വരും, പിന്നെ അതിന്റെ കോർ ആയിട്ടുള്ള ഭാഗങ്ങൾ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ വരേണ്ടി വരും. അത് വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യപ്പെടാം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്സേയിൽ അവസാനത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ രൂപത്തിലൊരു ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണ് നല്ല രൂപത്തിൽ മാർക്ക് കിട്ടുന്നത് എന്നാണ് രണ്ടാമത്തെ ഒരു ടിപ്പ്. മൂന്നാമത്തെ ഒരു കാര്യം വിഷ്വൽസ് കോണ്ടന്റ് ആണ്. ഇൻ സയൻസ് ഡയഗ്രാംസും അതുപോലെ തന്നെ ലേബൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസിലൊക്കെ നമുക്കറിയും, കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയും, അത് വാരി വലിച്ച് എഴുതാതെ
ഈസിലി ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഡെപ്പിക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു ഡയഗ്രത്തിലൂടെ, ഒരു ലാബിൽ ചെയ്തുകൊണ്ടൊക്കെ ഒരു ചിത്രമൊക്കെ വരച്ചുകൊണ്ട് ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൺസെപ്റ്റ് അറിയാമെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന ആൻസർ കൃത്യമായിട്ട് വളരെ ലെജിബിൾ ആയിട്ട് അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഗ്രേഡിംഗ്, ദ എക്സാമിനർ ചെക്സ് ഇഫ് യുവർ കീവേഡ്സ് മാച്ച് ദ കീ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമ്മളൊരു എസ്സേ എഴുതുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അതിന്റെ എക്സാക്ട് ആൻസർ അറിയില്ല, പക്ഷെ എവിടൊക്കെയോ അറിയാം, ഒരു കോൺസെപ്റ്റ് അറിയാം, പക്ഷെ അതിന്റെ എക്സാക്ട് മേ ബി അതിനൊരു ടേം ഉണ്ടായിരിക്കും, ഒരു വേർഡ് ഉണ്ടായിരിക്കും, അത് എഴുതിയാൽ മാത്രമായിരിക്കും മാർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കീവേഡ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുക. വേറെ എന്ത് വാരി വലിച്ചിട്ട് എഴുതിയിട്ടും കാര്യമില്ല. ആ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്ക് ഉള്ളത്. സോ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഗ്രേഡിംഗ് പാർട്ടൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതികൾ തന്നെയാണ്. സോ ഒന്നുകൂടെ നമ്മുടെ എക്സാമിൽ റിഫ്ലക്ട് ചെയ്യപ്പെടണം എന്നുള്ളത് കൂടെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ എല്ലാവരും പറയുന്ന സംഗതി തന്നെയാണ്, ഈ പബ്ലിക് എക്സാം എന്നുള്ളത് സാധാരണഗതിയിൽ അത് സ്കൂളിലൊക്കെ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റുകളെക്കാളും അല്ലെങ്കിൽ ടേം എക്സാമുകളെക്കാളൊക്കെ ഈസിയർ ആയിട്ടുള്ള എക്സാമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. SSLC എക്സാം ആണെങ്കിൽ കുറച്ചുകൂടെ വാല്യുവേഷൻ ഒക്കെ ലിബറലാണ് കഴിഞ്ഞ വർഷങ്ങൾ, പക്ഷേ ഈ വർഷം കുറച്ചുകൂടെ ടൈറ്റ് ആക്കുമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. CBSE ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ടേം എക്സാമിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടൊക്കെ എക്സാമുകൾ ബോർഡ് എക്സാം, പബ്ലിക് എക്സാമിന് വരാറുണ്ട്. പക്ഷേ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്തുകൂടാ. ഓക്കെ, ഈസി ആകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ പോവാതിരിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് മാക്സിമം എഫേർട്ട് ഇടുക, നമ്മൾ നന്നായിട്ട് എക്സാം എഴുതുക, ബാക്കി എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം എനിവേ ഈസിയർ ദാൻ പ്രീ ബോർഡ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ വളരെ കൂളായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. വളരെ വലിയൊരു ടഫസ്റ്റ് എക്സാമാണ്, നമുക്കൊന്നും ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇതെന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. നമ്മൾ പ്രീ ബോർഡ് ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ, യൂണിറ്റ് ടെസ്റ്റുകളും ടേം എക്സാമുകളും മോഡൽ എക്സാമുകളും പ്രീ മോഡൽ എക്സാം, ഇതിനൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലിബറൽ വാല്യുവേഷൻ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ എത്താം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ പാർഷ്യൽ ക്രെഡിറ്റ് അല്ലേ. നമുക്കറിയാം 5 മാർക്കിന്റെ ഒരു എക്സാം ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ 1 മാർക്കെങ്കിലും തരാതിരിക്കില്ല അല്ലേ. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ തീരെ ബന്ധമില്ലാത്തൊരു ആൻസർ അല്ല, എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന അറിയുന്ന കാര്യങ്ങളുണ്ട്, തീരെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ കഴിയാമെങ്കിൽ കൂടെ അത് എഴുതി വെക്കുക. അതിൽ എന്തെങ്കിലും 1/2 മാർക്കാണെങ്കിൽ 1/2 മാർക്കെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അറ്റംപ്റ്റ് മാർക്സ് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിലൊക്കെ അറ്റംപ്റ്റ് ചെയ്താൽ ഒരു ചെറിയ മാർക്ക് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം സാധാരണ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. സോ CBSEയിൽ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് മാർക്കുകൾ കുറവാണ് എങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും അറിയില്ല എങ്കിൽ കൂടെ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ബോർഡ് എക്സാംസിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇതൊന്നും ബാധകമല്ല കേട്ടോ. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കേസിൽ നമുക്കറിയാം, നമുക്ക് അറിയാത്തൊരു ഉത്തരം എഴുതി തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കാണ് അവിടെ ആവുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളിൽ അറിയാത്ത ഉത്തരങ്ങൾ തൊട്ടുപോകരുത് എന്നുള്ളതാണ് ബുദ്ധി. ഓക്കെ, നോക്കാം, അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. NCERTയുടെ കേസിൽ, SCERTയുടെ കേസിലും NCERT കേസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് CBSE കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പ്. അതായത് ബോർഡ്സ് ലാംഗ്വേജ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, NCERTയിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ SCERTയിൽ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തുണ്ടായിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു കെമിക്കൽ പ്രോസസ്സ്, ഒരു റിയാക്ഷൻ, അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഒരു പ്രോട്ടീൻ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്, കെമിക്കൽ സബ്സ്റ്റൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഇത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം എന്നുള്ളൊരു വേർഡ്, ഒരു ടേം അവിടെ കിട്ടുന്നില്ല. കുട്ടി വാരി വലിച്ച് എന്തൊക്കെയോ എഴുതി, ഒരു ആക്സിലറേറ്റർന്നോ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ആക്സിലറേറ്റിംഗ് സബ്സ്റ്റൻസ്ന്നോ, അല്ലെങ്കിൽ ഒരു സ്പീഡ് ഇൻക്രീസിങ് എലമെന്റോ, ഇങ്ങനെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സ്പെസിഫിക് ടേം അവിടെ വന്നാൽ മാത്രമേ മാർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടേം ഉണ്ട്. അപ്പം അത് ക്വസ്റ്റ്യനിലെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രകൃതിയെ നശിപ്പിക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന അതുമായി ബന്ധപ്പെട്ട എന്തൊരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ
അവിടെ കൃത്യമായിട്ട് വാല്യുവേറ്റർക്ക് എന്തുണ്ടായിരിക്കും, ഈ കുട്ടി മെൻഷൻ ചെയ്യേണ്ട പോയിന്റ്സിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം എന്നുള്ളതുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ആൻസർ എഴുതുന്ന കുട്ടിക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടേം കിട്ടുന്നേ ഇല്ല. അവൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നത് പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടൊക്കെ ഉണ്ടാവും ആള് നോട്ടിലൊക്കെ. പക്ഷേ ആൻസർ ഷീറ്റിലേക്ക് ആൾക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ, ആ കീവേഡ് അവിടെ മിസ്സാണ് എങ്കിൽ ആൾക്ക് മാർക്ക് അവിടെ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കീവേഡുകൾ, പ്രധാനപ്പെട്ട ടേമുകൾ, ടെർമിനോളജികൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടേംസ് എന്തായാലും ആൻസറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർബന്ധപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഓർഡർ. നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്, നമ്മളൊരു ഓർഡറിൽ തന്നെ ആൻസർ എഴുതി പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർഡറിൽ എഴുതാൻ കഴിയുന്നില്ല, ഒന്നാമത്തെ ആൻസർ എഴുതുന്നതിന് പകരം ആദ്യം തന്നെ 5ാമത്തെ ആൻസറാണ് എഴുതുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിലെ സബ് ക്വസ്റ്റ്യൻസ് ABCD എന്നുള്ളത് ഒരുമിച്ച് തന്നെ ആവാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ ചില കുട്ടികൾ എന്ത് ചെയ്യും, 5ാമത്തെ ക്വസ്റ്റ്യനിലെ AB നമ്മൾ ആദ്യം എഴുതും, അത് കഴിഞ്ഞിട്ട് 6ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻ എഴുതും, അത് കഴിഞ്ഞിട്ടായിരിക്കും 5ാമത്തെ ക്വസ്റ്റ്യനിലെ C ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഇത് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, 5ാമത്തെ ക്വസ്റ്റ്യനിലെ C പോർഷൻ, C ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറിയുന്നില്ല എങ്കിൽ കൂടെ Aയും Bയും അറ്റൻഡ് ചെയ്യുക, Cക്ക് കുറച്ച് സ്പേസ് അവിടെ ഇട്ട് വെക്കുക. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം അവസാനത്തിലോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നില്ല എങ്കിൽ ആ രൂപത്തിൽ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അറിയുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കട്ട് പോർഷൻ ആയിട്ടോ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി അല്ല എങ്കിൽ C എഴുതാതിരിക്കുകയോ ചെയ്യാം. ഈ രൂപത്തിൽ AB എഴുതി C വേറെ എവിടെയോ കൊണ്ട് എഴുതി, ഈ ഒരു ടെക്നിക്ക് ഒരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇനി ഓർഡർ ഇല്ല എങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് എങ്കിലും ആ മെയിൻ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ ആവണം എന്നുള്ള നിർബന്ധം നിങ്ങൾ പാലിക്കുക. ഓക്കെ, അണ്ടർലൈൻ കീവേഡ്സിന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കീവേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്പേസ് ആൻഡ് ക്ലീൻനെസ്, വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് കൺജസ്റ്റഡ് അല്ലാതെ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം റഫ് വർക്ക് കാൽക്കുലേഷൻസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് പേജ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആൻസറിന്റെ ഒരു സ്പെസിഫിക് പോർഷൻ നമ്മൾ എടുത്തിട്ട് അവിടെ റഫ് കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാം, അവിടെ മെൻഷൻ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൃത്യമായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്രിറ്റിക്കൽ ടിപ്പുകളൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാം. മാത്തമാറ്റിക്സിന്റെ കേസ് ആണെങ്കിൽ ആൾവേസ് റൈറ്റ് ദ ഫോർമുല ആൻഡ് യൂണിറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു, അതിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്താണെന്നുള്ളതും അതിലേക്ക് ഫൈനൽ ആൻസർ എന്താ എത്തുന്നുള്ളതും കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടണം. സോ ഈ ഒരു വാല്യൂ ചെയ്യുന്ന ആളെ, കുട്ടിക്ക് ഈ ഫോർമുല അറിയുമോ എന്ന് നോക്കും, ഫൈനൽ ആൻസർ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കും, ഫൈനൽ ആൻസർ കിട്ടിയത് എന്താണെന്നുള്ളത് നോക്കും. അപ്പം ഇതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യപ്പെട്ട ഫോർമുല എന്താണ്, നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ എന്താണ്, ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. സ്കിപ്പിംഗ് സ്റ്റെപ്സ് ഓർ ഫോർഗെറ്റിംഗ് യൂണിറ്റ്സ്, അപ്പോൾ കോമൺ മിസ്റ്റേക്ക് ആയിട്ട് എല്ലാവരും വരുന്നൊരു സംഗതിയാണ്, സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ യൂണിറ്റുകൾ മറക്കും. എല്ലാ ഉത്തരം ശരിയാണ്, യൂണിറ്റ് എഴുതാൻ മറന്നുപോയോ, കുടുങ്ങി. ഉത്തരത്തിന് 1 മാർക്ക് പോലും തരാത്ത അധ്യാപകർ പോലും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വളരെ ശരി ഉത്തരം കണ്ടുപിടിച്ച് എഴുതി അതിന് യൂണിറ്റ് നമ്മൾ നൽകിയില്ല, കിലോഗ്രാം, ഗ്രാം, സെന്റിമീറ്റർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതൊന്നും നമ്മൾ മെൻഷൻ ചെയ്തില്ല എങ്കിൽ, നമ്മൾ അവിടെ നമ്പർ മാത്രമാണ് എഴുതിയത് എങ്കിൽ അവിടെ നമുക്ക് മുഴുവൻ മാർക്കും ഒരുപക്ഷെ മിസ്സായേക്കാം എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സയൻസിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ടിപ്പ്, ഡയഗ്രാംസ് ഒക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്യുക. അത് നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ വൃത്തിയാക്കുക, ലേബൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് വൈസ് ആയിട്ട് ആൻസേഴ്സ് എഴുതുക, വാരി വലിച്ച് എസ്സേ പോലെ എഴുതാതെ കൃത്യമായിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ലോങ് പാരഗ്രാഫ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, കൂടുതൽ പേരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ബുള്ളറ്റ് പോയിന്റ്സിന് പകരം ലോങ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് സയൻസിന്റെ കേസിൽ എഴുതുന്നത്. സോഷ്യൽ സയൻസിലും ബുള്ളറ്റ് പോയിന്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സുകളും നെയിമുകളും പ്ലേസുകളും ഇങ്ങനത്തെ മൈൽ സ്റ്റോൺസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ്, അതിലെ ഭാഗവാക്കായിട്ടുള്ള ആളുകളുടെ പേരുകൾ, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോയിന്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആൻഡ് റൈറ്റിംഗ് ഡെൻസ് ബ്ലോക്സ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ആർ ഹാർഡ് ടു സ്കാൻ,
ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പാരഗ്രാഫുകൾ, അതിൽ കീവേഡ്സ് ഉണ്ടായിരിക്കില്ല, ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊന്നും വാല്യൂ ചെയ്യുന്ന ആൾക്ക് മുഴുവനായിട്ട് വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല, സ്കാൻ ചെയ്യാൻ കഴിയില്ല. സോ അത് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ലാംഗ്വേജ് എക്സാമുകളുടെ കാര്യമാണെങ്കിൽ ഫോക്കസ് ഓൺ കറക്റ്റ് ഫോമാറ്റ്, ലെറ്റേഴ്സ്, എസ്സേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്രാമർ പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എസ്സേ എഴുതുകയാണെങ്കിൽ കൂടെ അതിലും ഗ്രാമേഴ്സ് ടീച്ചേഴ്സ് നോക്കാറുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കാന്നുള്ളപരി കൃത്യമായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക. അതിലുള്ള ഗ്രാമർ പാർട്ട് കറക്റ്റ് ആണെന്നുള്ളത് നമ്മളൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേർഡ് ലിമിറ്റുകൾ വളരെ പ്രധാനമാണ് കേട്ടോ. ഒരു പക്ഷേ 3 മാർക്കിനുള്ള എക്സാം ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ഇത്ര വേർഡ് ലിമിറ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യും. ഇനി അല്ല എങ്കിൽ ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഒരു 3-4 പേജ് എഴുതി വെക്കും. 5 മാർക്കിന് എക്സാം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പക്ഷേ ഹാഫ് പേജ് എഴുതുന്ന കുട്ടികളുണ്ട്. നേരെ തിരിച്ചാ വേണ്ടത് അല്ലേ? 3-4 പേജ് എഴുതുന്ന ഉപരി എന്താണ് എഴുതുന്ന കോണ്ടന്റ് എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ എഴുതുന്ന കോണ്ടന്റും പ്രധാനമാണ്, നമ്മൾ എഴുതുന്ന വേർഡ് ലിമിറ്റും പ്രധാനമാണ്. സോ അത് നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് ടിപ്പുകൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളോട് എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന്റെ ഒരു ഗോൾഡൻ റൂൾ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു സംഗതിയാണ്, നെവർ ലീവ് എ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ, റൈറ്റ് ദ റെലവൻറ്റ് ഫോർമുല ഓർ കോൺസെപ്റ്റ്. നമുക്ക് ഒരു സംഗതി അറിയില്ല, ചെറുതായിട്ട് അതിന്റെ ഫോർമുല മാത്രം അറിയുന്നെങ്കിൽ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇത് ബോർഡ് എക്സാംസിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂളാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനത്തെ കളികളൊന്നും നടക്കമാട്ടെ എന്നുള്ളതോടെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇത്രയും സംഗതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത നല്ല സ്കോർ ചെയ്യാൻ കഴിയും. ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇനി പഠിച്ച സംഗതികളൊന്ന് റിവൈസ് ചെയ്യുക. ഓടിച്ചുകൊണ്ട് ഏതൊക്കെ പഠിച്ചു, ഇനി എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. അതൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. കാമായിട്ടിരിക്കുക. കൂൾ ഓഫ് ടൈം ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സ്ട്രാറ്റജിക് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രസന്റേഷൻ വിൻസ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് കൃത്യമായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോയിന്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, സ്കാൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ടിപ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കൂടുതൽ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.